ഇന്ത്യക്ക് മതേതര രാജ്യമായി നിലനിൽക്കാനാകില്ലെന്ന് BJP വക്താവ് സുധാൻഷു ത്രിവേദി MP. ദേശീയ ചിഹ്നത്തിലെ അശോക ചക്രം ഹിന്ദു ചിഹ്നമാണെന്ന് മറക്കരുത്. മലപ്പുറത്ത് ഒരു വിഭാഗം വിവാഹപ്രായം 16ലേക്ക് ചുരുക്കി. ഇതിനെ പിന്തുണച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. മതേതരത്വത്തിന്റെ പേരിൽ വിശ്വാസത്തിനും സംസ്കാരത്തിനും മേൽ കടന്നുകയറുകയാണെന്നും സുധാൻഷു ത്രിവേദി പറഞ്ഞു. ദില്ലിയിൽ കേരള സ്റ്റോറി പുസ്തക പ്രകാശനത്തിലാണ് വിവാദ പരാമർശം നടത്തിയത്. കേൾക്കാം ആ വിവാദ പരാമർശം. ये देश कभी भी धर्मनिरपेक्ष नहीं हो सकता, क्योंकि इस देश के राष्ट्रीय ध्वज पर जो अशोक का चक्र है वो सारनाथ का धम्म चक्र है। आजादी के बाद पहली नॉन कांग्रेस गवर्नमेंट बनी तो केरल में 57 में नंबूदिरीपाद की कम्युनिस्ट पार्टी की गवर्नमेंट। यहीं से कुछ चेंजेस शुरू होते हैं। कैसे स्ट्रक्चर्ड एजेंडा था कि इस देश की धर्म संस्कृति को नष्ट करना है और उसके बाद इस देश के अंदर कैसे उनकी नजर में रिवोल्यूशन करा के पावर को कैप्चर करना है, और उसके बाद डिस्टॉर्शन बढ़ते 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 वहां तक पहुंचा। 2013 में मल्लापुरम की डिस्ट्रिक्ट काउंसिल एक प्रस्ताव पारित करती है कि सिंस इट्स बिकम ए मुस्लिम डोमिनेटेड डिस्ट्रिक्ट, तो यहाँ पर सभी लड़कियों की शादी की एज जो कॉन्स्टिट्यूशनली 18 साल थी भारत में, वो 16 कर दी जाए। Not only for Muslims, because Muslims it is no problem, even you can marry a 9-year-old girl, but for all the communities. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നുണ്ട്. നോബൽ, എന്താണ് ഈ സുധാൻഷു ത്രിവേദി പറയുന്നത്? മൊത്തം പച്ചക്കള്ളമാണ്. കേരളത്തിൽ മലപ്പുറത്തൊക്കെ 16 വയസ്സായിട്ട് പ്രായം കുറച്ചു എന്നൊക്കെയുള്ള പച്ചക്കള്ളവും പച്ച വർഗീയതയും പറയുകയല്ലേ? എന്താണ് സംഭവം? ഏതാണ് പശ്ചാത്തലം? അരുൺ, കേരളത്തിലെ പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് എക്കാലത്തും വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പരാമർശങ്ങളും നടത്തുന്ന BJP നേതാക്കൾ പതിവാണ്. ഇന്നിപ്പോൾ ദ അൺടോൾഡ് കേരള സ്റ്റോറി എന്നൊരു പുസ്തകത്തിന്റെ പ്രകാശനം ഉണ്ടായിരുന്നു. നേരത്തെ വിവാദമായ കേരള സ്റ്റോറി എന്ന സിനിമ നിർമ്മിച്ച സംവിധായകനും അതോടൊപ്പം മറ്റൊരാളും ചേർന്ന് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശ ചടങ്ങാണ് ഇന്ന് ദില്ലിയിൽ നടന്നത്. ആ ചടങ്ങിലാണ് ഇത്തരത്തിൽ വലിയ പരാമർശങ്ങൾ, എന്താണെങ്കിലും വിവാദ പരാമർശങ്ങൾ സുധാൻഷു ത്രിവേദിയുടെ ഭാഗത്തുനിന്ന്, രാജ്യസഭാ MPയും BJPയുടെ വക്താവും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രധാനമായും ഒരു മതേതര രാജ്യമായി ഇന്ത്യക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അശോക സ്തംഭം ഹിന്ദു വിശ്വാസം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് സർനാഥ് ക്ഷേത്രത്തിലേതാണ് ഈ അശോക സ്തംഭം എന്നുള്ളത്. അത്തരത്തിൽ വലിയ തരത്തിൽ ഹിന്ദു പുരാണവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനപ്പുറം കേരളത്തെ കൂടി കടന്നാക്രമിക്കുന്ന പ്രതികരണങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2013 മലപ്പുറത്ത് 16 വയസ്സ് പെൺകുട്ടികൾക്ക് വിവാഹപ്രായം ആക്കണം എന്നൊരു തീരുമാനം ഉണ്ടായി. അത് പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ പെൺകുട്ടികൾക്കും അത്തരത്തിൽ ഉണ്ടാകണം, വിവാഹപ്രായം 16 ആക്കണം എന്നൊരു തീരുമാനം വന്നു. അതിനെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പിന്തുണച്ചു എന്നാണ് ഇപ്പോൾ സുധാൻഷു ത്രിവേദി വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ ലവ് ജിഹാദ് വ്യാപകമായി നടക്കുന്നു. അതിനെ പോപ്പുലർ ഫ്രണ്ട് ഒരു പദ്ധതി തന്നെ ഇട്ടിരുന്നു. ഈ ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് VS അച്യുതാനന്ദനാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ആദ്യം കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരത്തിൽ തങ്ങളുടെ എതിരാളികളെ വകവരുത്തിയെന്ന് MM മണിയുടെ പ്രസംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പരാമർശങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ മറ്റു പല വിഷയങ്ങളും, കേരളത്തിൽ നടന്ന പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ വിവാദമായ പരാമർശങ്ങളാണ് ഇപ്പോൾ സുധാൻഷു ത്രിവേദിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. മതേതരത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വിശ്വാസങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പലതരത്തിലും CPMകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസുകാരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ പല വളരെ പ്രകോപനപരമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് സുധാൻഷു ത്രിവേദി. ദില്ലിയിൽ കേരള സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിലാണ് ഈ വിവാദ പരാമർശങ്ങളും പച്ചക്കള്ളവും സുധാൻഷു ത്രിവേദി പറഞ്ഞത്.